ഫാന്റാസ്റ്റിക് ഫോറിന്റെ ട്രെയിലർ അങ്ങനെ ഒഫീഷ്യലായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. പടം മൊത്തം ഒരു റെട്രോ വൈബൊക്കെയാണ് പിടിച്ചിരിക്കുന്നത്. അതായത് ഒരു വിൻറ്റേജ് സാധനം. പിന്നെ ഇത് മറ്റൊരു യൂണിവേഴ്സിലാണ് നടത്തുന്നതെന്ന് ഓൾറെഡി നമ്മുടെ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മെയിൻ യൂണിവേഴ്സുമായിട്ട് ഈ പടത്തിന് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ ആ പടത്തിൽ ഒരു ഈസ്റ്റർ എഗ് പോലും ഈ പടത്തിൽ പ്രതീക്ഷിക്കുന്നൊക്കെയാണ് ഡയറക്ടർ പറഞ്ഞിരിക്കുന്നത്. കണ്ടറിയാൻ ഈ പടത്തിൽ ഫുള്ള് ഗലാക്ടസിന്റെ കളികളാണ്. സോ ഗലാക്ടസിനെ പറ്റി നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ലെങ്കിൽ നമ്മുടെ ചാനലിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. സോ അന്ന് ചെക്കൗട്ട് ചെയ്താൽ ഗലാക്ടസ് ആരാന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. മൂവി കാണുന്നതിന് മുമ്പ് ഗലാക്ടസ് ആരാണെന്ന് അറിഞ്ഞേ ഒക്കത്തുള്ളൂ. കാരണം അത് വളരെ നമുക്ക് ബ്രേക്ക് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുമ്പ് ഈ വീഡിയോ അന്ന് ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് നമുക്ക് ബ്രേക്ക് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. സോ ട്രെയിലർ തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ടെഡ് ഗിൽബർട്ടിന്റെ ഷോ ആണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോറിനെ ഇങ്ങനെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. സോ നമുക്ക് അറിയാൻ കഴിയുന്ന സാധനം എന്ന് വെച്ചാൽ ഈ ഒരു പടത്തിൽ ഈ ഫാന്റാസ്റ്റിക് ഫോറിന് കിട്ടിയിരിക്കുന്നത് കറക്റ്റ് കോമിക് ആക്യുറേറ്റഡ് ആയിട്ടുള്ള അവരുടെ ആ ഒരു ഒറിജിൻ ആയിരിക്കും. ലൈക്ക് ഭൂമിക്ക് വെളിയിൽ പോകുന്നു, അവിടുന്ന് കോസ്മിക് റേസ് ഒക്കെ വരുന്നു, അങ്ങനെ പരിപാടികൾ തന്നെ ആയിരിക്കും. സോ ബേസിക്കലി ഈ ട്രെയിലറിൽ നമ്മൾ കാണുന്നത് പടത്തിന്റെ ഒരു സൈഡ് മാത്രമാണ്. മറ്റൊരു സൈഡ് നമ്മൾ പടം കാണുമ്പോഴേ മനസ്സിലാത്തുള്ളൂ. നിങ്ങൾ ഇത്ര ഉദ്ദേശിച്ചാൽ മതി. ഡോക്ടർ ഡൂമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ഈ ഫാന്റാസ്റ്റിക് ഫോറിനെ മെയിൻ യൂണിവേഴ്സ് 616ലേക്ക് കൊണ്ടുവരിക. ഇതാണ് ഈ പടത്തിന്റെ ഉദ്ദേശം. സോ ട്രെയിലറിൽ പിന്നെ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരാണെങ്കിൽ ഈ പവേഴ്സ് കിട്ടിയതിന് ശേഷം നാട്ടുകാരെ സഹായിക്കുന്നു, എല്ലാവർക്കും വളരെയധികം സന്തോഷം, കാറൊക്കെ പൊക്കുന്നു, വളരെ സന്തോഷം. പിന്നീട് നമ്മൾ ആ ഒരു ടീസറിനകത്ത് കണ്ട ആ ഒരു പോലത്തെ സീൻ തന്നെയാണ് കാണുന്നത്. ലൈക്ക് ഹെർബിയുടെ ബേസിക്കലി ഹെർബിയുടെ പണി എന്താണെന്ന് വെച്ചാൽ ഗലാക്ടസിനെ സ്പോട്ട് ചെയ്യുക, പുള്ളി എവിടെയാണെന്ന് വെച്ചാൽ കണ്ടുപിടിക്കുക. ഇതൊക്കെയാണ് ഇതിന്റെ പണി. പിന്നെ ഇവരിപ്പോൾ ഇതിനെ ഒരു പേഴ്സണൽ അസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുക. അങ്ങനെ ഇവരെല്ലാം ഡിന്നർ കഴിക്കുമ്പോഴാണ് സോ പ്രഗ്നന്റ് ആണെന്ന് അറിയുന്നത്. അപ്പോൾ എല്ലാവരും കൺഗ്രാജുലേറ്റ് ചെയ്യുന്നത്. ഇവർക്കുണ്ടാകുന്ന മോൻ അല്ലെങ്കിൽ റീഡിന് സോനും ഉണ്ടാകുന്ന മകനാണ് ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സ്. അതായത് ഈ MCUവിലെ വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ ക്യാരക്ടറാണ്. പക്ഷേ ഗലാക്ടസിന്റെ വരവ് തന്നെ ഈ പുള്ളിയായിട്ട് ബന്ധപ്പെട്ട്. അതിനുശേഷം പടത്തിന്റെ മെയിൻ പ്ലോട്ടിലേക്ക് പോകണം. ആകാശത്ത് ഒരു സ്ഫോടനം നടക്കുന്നു. അപ്പോഴത്തേക്കിന് അവിടെ സിൽവർ സഫറോരാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഒരു ലേഡിയാണ്. ലൈക്ക് ന്യൂറൻഡഡ് അല്ല, ഷെല്ലാബാലാണ്. ലൈക്ക് കോമിക്സിൽ ഇതിനു മുമ്പ് സിൽവർ സഫർ ലേഡിയായിട്ട് വന്നിരുന്ന സമയത്ത് ഷെല്ലാബാലാണ് വന്നത്. ഷെല്ലാബാല് ഗലാക്ടസിന്റെ ഒരു ഹെറാൾഡാണ്. ലൈക്ക് ഒരു അടി. കോമിക്സിൽ ഈ ലേഡി സിൽവർ സഫർ ഉണ്ടായിരുന്നപ്പോൾ വന്നിരുന്ന ഗലാക്ടസ് ഒരു നോർമൽ ഗലാക്ടസ് അല്ലായിരുന്നു. ഈ ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സ് ഉണ്ടാക്കിയിട്ട ഗലാക്ടസ് ആയിരുന്നു അത്. ഈ ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സിന്റെ അടുത്ത പവർ എന്ന് പറഞ്ഞാൽ ഗാലക്സി തന്നെ കയ്യിൽ ഹോൾഡ് ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് പവർഫുൾ ആണ്. ശേഷം പുള്ളിക്കാരി പറയാണ്, നിങ്ങളുടെ പ്ലാന്റ് നശിക്കാൻ പോവാണ്, നിങ്ങളല്ലാതെ ഇവിടെ വേറെ സൂപ്പർ ഹീറോസ് ഒന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും അവരുടെ യൂണിവേഴ്സിൽ ഫാന്റാസ്റ്റിക് ഫോർ മാത്രം. അതായത് ഗലാക്ടസ് ഒരു പ്ലാന്റ് കോങ്കർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ സിൽവർ സഫറിനെ പറഞ്ഞ് അങ്ങോട്ട് വിടും. ശേഷം ഗലാക്ടസ് വരും, എന്നിട്ട് പവേഴ്സ് ഫുൾ അബ്സോർവ് ആക്കിയിട്ട് അവസാന ഗ്രഹത്തിനെ തന്നെ വിടും. പുള്ളിക്കാരി ഇത് പറഞ്ഞു തീർന്ന ഉടനെ തന്നെ നമ്മുടെ ഹ്യൂമൻ ടോർച്ച് പുള്ളിക്കാരുടെ പുറകെ പോകാൻ തുടങ്ങി. പക്ഷേ അറ്റ്മോസ്ഫിയർ കഴിഞ്ഞ ഉടനെ ഓക്സിജൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ പുള്ളി അവിടെ അണഞ്ഞു പോവുകയാണ് ചെയ്തത്. ശേഷം പുള്ളി താഴെ അതുകൊണ്ടായിട്ട് നമ്മൾ റീഡിന്റെ സൗണ്ട് കേൾക്കാണ്. ലൈക്ക് ഞാനാണ് ഇതിനെല്ലാം കാരണം, സ്പേസിന്റെ ബൗണ്ടറി കടന്നു പോയത് ഞാനാണ്. ഗലാക്ടസ് ഇങ്ങോട്ട് വരാൻ കാരണക്കാരൻ ഒരു പക്ഷേ ഈ റീഡ് റിച്ചാർഡ്സ് ആയിരിക്കും. ലൈക്ക് പുള്ളി സാധാരണ ഓരോ പ്ലാന്റ്സിനൊക്കെ കോങ്കർ ചെയ്യും. പക്ഷേ ഇപ്പൊ പ്രത്യേകിച്ച് ഈ ഒരു ഫാന്റാസ്റ്റിക് ഫോർ ഉള്ള പ്ലാന്റിൽ തന്നെ വരാൻ കാരണം വേറൊന്നായിരിക്കും. കാരണം പുള്ളിയുടെ പവേഴ്സ്, അതായത് ഗലാക്ടസിന്റെ കുറച്ച് പവേഴ്സ് ഒക്കെ ഈ ഫാന്റാസ്റ്റിക് ഫോറിന്റെ കയ്യിലുണ്ടല്ലോ. പ്രത്യേകിച്ച് റീഡ് റിച്ചാർഡ്സ് എല്ലാത്തിനും പോയി തലയിടുന്ന ഒരു പുള്ളിയാണ്. അതായത് ഇവർക്ക് ആദ്യമായിട്ട് പവേഴ്സ് കിട്ടുന്ന ടൈമിൽ ഇവർ സ്പേസിൽ പോയില്ലേ, ആ സമയത്ത് പുള്ളി എന്തെങ്കിലും കണ്ടു കാണും സ്പേസിൽ. അപ്പോൾ ഇവർക്ക് പവേഴ്സ് കിട്ടാനും കാരണം ഈ റീഡ് റിച്ചാർഡ്സ് ആയിരിക്കും. എന്തെങ്കിലും കണ്ട് അതിന്റെ പുറകെ പോയി അവസാനം എല്ലാത്തിനും പവർ കിട്ടി കുടുങ്ങി അവിടെ കിടന്ന്. അങ്ങനെ ആയിരിക്കും ഇവർക്ക് എല്ലാവർക്കും കോസ്മിക് റേഡിയേഷൻ കിട്ടി. അങ്ങനെ ആയിരിക്കും ഇവർക്ക് എല്ലാവർക്കും പവേഴ്സ് കിട്ടി. നമ്മുടെ ഗലാക്ടസിന്റെ പവറും കോസ്മിക് റേഡിയേഷൻസ് തന്നെ ആണല്ലോ. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും പുള്ളി ഇങ്ങനെ ഭാര്യ എടുത്ത് പറഞ്ഞ എല്ലാത്തിനും കാരണം ഞാൻ തന്നെ. സോ ഈ പ്ലോട്ട്, അതായത് ഈ പറഞ്ഞ പ്ലോട്ടിന് കുറച്ച് ചാൻസ് കൂടുതലാണ്. അതിനുശേഷം പിന്നെ നമ്മൾ കാണുന്നത് ഇവർ തിരിച്ച് സ്പേസിൽ പോകണം. എന്തായാലും ഇത് ആറ്റ സീനല്ല, കാരണം നമുക്ക് കാണാം ടിമ്മൊക്കെ പുള്ളിയുടെ പുതിയ പവർ കിട്ടിയതിന് ശേഷമുള്ള വേഷത്തിലായിരിക്കുന്നത്. സോ ഇവർ രണ്ടാമത് സ്പേസിൽ പോകുന്ന സീനാണിത്. പക്ഷേ ഗലാക്ടസിനെ തടയാനോ എന്തെങ്കിലും വഴി കണ്ടുപിടിക്കാനോ വേണ്ടിയിട്ടായിരിക്കും. അപ്പോഴൊരാൾ നമ്മുടെ റീഡിനോട് ചോദിക്കുന്നുണ്ട് നമ്മൾ സേഫ് ആണെന്ന്. അപ്പോൾ അതിന് ഉത്തരം പോയിട്ട് പുള്ളി കൊടുക്കുന്നത് ആബ്സല്യൂട്ട്ലി എനിക്ക് അറിയില്ലെന്നോ. അതായത് അതിനുള്ള ആൻസർ പുള്ളിക്കും ബേസിക്കലി അറിയില്ല. അതാണ് പുള്ളി കുറേ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ഒക്കെ ഇങ്ങനെ വെട്ടിക്കളയുന്നതായിട്ട് നമ്മൾ കണ്ടത്. ഇതിന്റെ അടുത്ത സീനായിട്ട് നമ്മൾ കാണുന്നത് ഒരു പ്ലാനറ്റ് ഇങ്ങനെ എരിഞ്ഞില്ലാതാവുകയാണ്. ഇതിന് 3 പ്രോബബിലിറ്റി ഉണ്ട്. അതിൽ ഒന്നാമത്തെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ സ്പേസിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഗലാക്ടസ് ഭൂമിയെ നശിപ്പിക്കുന്നതായിരിക്കും. രണ്ടാമത്തെ പ്രോബബിലിറ്റി എന്താണെന്ന് പറഞ്ഞാൽ ഗലാക്ടസിനെ തപ്പിപ്പോയി അവരൊരു ഗ്രഹം പുള്ളി നശിപ്പിക്കുന്നത് കണ്ട് പുള്ളിയുടെ പവർ കാണിക്കാൻ വേണ്ടി ചെയ്ത ഒരു സീനായിരിക്കും. ഇനി മൂന്നാമത്തെ പ്രോബബിലിറ്റി ഇവർക്ക് എങ്ങനെ പവർ കിട്ടി എന്ന് കാണിക്കുന്ന ഒരു സീനായിരിക്കും, അല്ലെങ്കിൽ ഒരു ഇൻക്ലൂഷനും ആയിരിക്കും. ശേഷം നമ്മൾ അവന്റെ ഷാഡോ കാണുകയാണ് സുഹൃത്തുക്കളെ. ലൈക്ക് ടീസറിൽ തന്നെ ഉണ്ടായിരുന്നു. ശേഷം സിൽവർ സഫർ ഒരു വലിയ ഫയറിനകത്തുനിന്ന് ഇങ്ങനെ പൊങ്ങി വരുന്ന ഓരോ സംഭവമാണ് കാണിക്കുന്നത്. ഇതൊരു പക്ഷേ ഗലാക്ടസിന്റെ ഷിപ്പായിരിക്കും. കാരണം ഗലാക്ടസിന്റെ വീക്ക്നെസ് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് നൾഫയർ ആണ്. ഈ അൾട്ടിമേറ്റ് നൾഫയർ എവിടെ ഇരിക്കുന്നത് ചോദിച്ചാൽ എവിടെയല്ല, പുള്ളിയുടെ ഷിപ്പിൽ തന്നെ. കാരണം എന്നെ തോൽപ്പിക്കണമെങ്കിൽ ആദ്യം നീയൊക്കെ എന്നെ തോൽപ്പിക്കണ്ടേ എന്നൊരു മൈൻഡ് സെറ്റ്. ശേഷം നമ്മൾ കാണുന്നത് എല്ലാവരും അവരുടെ പവേഴ്സ് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നതാണ്. ആദ്യമായിട്ട് നമ്മുടെ മാർവലിലെ റീഡ് റിച്ചാർഡ്സിന്റെ പവേഴ്സ് നമ്മളങ്ങനെ കണ്ടിരിക്കുക. അതൊക്കെയാണ് ഈ ഒരു ട്രെയിലറിനകത്തൂടെ മെയിൻലി അവർ കാണിച്ചിരിക്കുന്നത്. ബേസിക്കലി നമുക്ക് ഇതിനകത്ത് ഒന്നും പ്രൊഡിക്ട് ചെയ്യാൻ പറ്റില്ല. ഈ മൂവിയുടെ മെയിൻ ഉദ്ദേശം ഞാൻ പറഞ്ഞ മുമ്പത്തെ കാര്യം തന്നെ, ഈ ഒരു ഫാന്റാസ്റ്റിക് ഫോറിനെ നമ്മുടെ മെയിൻ ടൈം ലൈനിലേക്ക് കൊണ്ടുവരിക. ഇവരെ മെയിൻ യൂണിറ്റ്സ് കൊണ്ടുവന്നാൽ മാത്രമേ സീക്രട്ട് വാർസ് നടക്കത്തുള്ളൂ. പിന്നെ ഏറ്റവും അവസാനം നമ്മൾ കാണുന്നത് നമ്മുടെ ഗലാക്ടസ് ഇങ്ങനെ നടന്നു. പുള്ളിക്ക് സൈസ് ചെറുതാകാനും വലുതാവാനും. സോ ഈ മൂവിക്ക് വേണ്ടി എത്ര പേര് വെയിറ്റ് ചെയ്യുന്നത് നമ്മുടെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ശരിയാ സബ്സ്ക്രൈബ് ചെയ്യുക.